ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി النفاثات في العقد ومن شر حاسد الله وبركاته അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ബഅദ്. പ്രിയരായ സഹോദരങ്ങളെ, കാഞ്ഞിരശ്ശേരി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മക്ക ഹാജി തങ്ങളുപ്പ എന്ന് പറയുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരുമിച്ചുകൊണ്ട് വന്നവരാണെന്ന് ചരിത്രം പറയുന്നു. ബഹുമാനപ്പെട്ടവർ ഇവിടെ കൂടെ വേറെയും രണ്ടുപേരുണ്ടായിരുന്നു. ഇവർ ആ യാരൂരിനടുത്ത് തലക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് കാൽനടയായിക്കൊണ്ട് കാഞ്ഞിരശ്ശേരിയിൽ എത്തിച്ചേരുകയും ഇവിടെ വന്ന് മരണപ്പെടുകയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്തത്. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെയധികം പറയാനുണ്ട്. ഒരുപാട് കറാമത്തുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നേർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കദ്നയിൽ തീ കൊടുത്തപ്പോൾ ഒരു അമുസ്ലിം സഹോദരൻ പറഞ്ഞു, ഇവിടെ കൊടുക്കുന്ന മഹാന് പോരിശ ഉണ്ടെങ്കിൽ ഈ കദ്ന പൊട്ടില്ല എന്ന് പറഞ്ഞ് കദ്നയുടെ മുകളിൽ കാല് വെക്കുകയും ചെയ്തപ്പോൾ കദ്ന പോയ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആന ഇവിടെ വന്ന് അകറിയപ്പോൾ ശബ്ദിച്ചപ്പോൾ മിണ്ടാതെ നിൽക്കുക ആനയെന്ന് പറഞ്ഞുകൊണ്ട് ആനയെ തിരിച്ചു കൊണ്ടുപോയ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ അനവധി കറാമത്തുകളുടെ ഉടമയാണ് ബഹുമാനപ്പെട്ടവർ കാണിച്ചിട്ടുള്ളത്. ഇന്നും പല ഭാഗങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ടവരെ മാത്രം ആശ്രയിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. ദുആ ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ടും പല അസുഖങ്ങൾക്ക് നിന്നും പല പ്രയാസങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടും അതുപോലെ വീട് നിർമ്മിക്കാൻ കഴിയില്ലാത്തവർ, പെൺകുട്ടികളെ കെട്ടിക്കാൻ കഴിവില്ലാത്തവർ ഇവിടെ വന്ന് കരഞ്ഞതിൻ്റെ ഫലമായിക്കൊണ്ട് മലിക്കുൽ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മഹാമാക്കളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കറാമത്തുകളെ കൊണ്ട് അതവർക്ക് സാധിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. മൂപ്പരെ സംബന്ധിച്ച് മക്ക ഹാജി തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മൂപ്പരെ പേര് വ്യക്തമാവാത്തതിൻ്റെ പേരിൽ എല്ലാവരും അങ്ങനെ വിളിച്ചു പോകുന്നതാണ്. തൊട്ടടുത്ത് മറവട്ട് കിടക്കുന്നത് ബഹുമാനപ്പെട്ട വെളിയങ്കോട് സയ്യിദ് തറവാട്ടിൽ ജനിച്ച മഹാനായ ഇമ്പിച്ചുകോയ തങ്ങളുപ്പാവാണ്. ബഹുമാനപ്പെട്ടവർ ഫാമിലി അടക്കം ഇവിടെ വന്ന് വരവൂരിൽ താമസിക്കുകയും അങ്ങനെ മക്കളായിക്കൊണ്ട് ഇവിടെ പരമ്പരയായിക്കൊണ്ട് പോകുന്നവരാണ്. ബഹുമാനപ്പെട്ടവരും അനവധി കറാമത്തുകളുടെ ഉടമയാണ്. സാദാത്യങ്ങളെ സംബന്ധിച്ചോ തങ്ങന്മാരെ സംബന്ധിച്ചൊന്നും കൂടുതൽ നമുക്ക് പറയേണ്ടതില്ല. ഇവരെല്ലാം മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളിൽപ്പെട്ടവരാണ്. ഇവിടെ കറാമത്തുകളും പറഞ്ഞാൽ അവസാനിക്കാത്ത അനവധി സംഭവങ്ങൾ അവരിൽ നിന്ന് നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി സംഭവ വികാസങ്ങൾ മലിക്കുൽ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നടക്കുന്ന ഉറൂസുകളിൽ ഖത്തം ദുആത്തിൽ, അതുപോലെ അന്നദാനം, ദുആ മജ്ലിസ്, അതുപോലെ തന്നെ റാത്തീബ്, കുത്തുബിയത്ത്, ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. രാത്രിയായി കഴിഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്നും സിയാറത്തിനായിക്കൊണ്ട് ആളുകൾ ഇവിടെ കൂട്ടമായി എത്തിച്ചേർന്നു. കുറേ അകലിൽ നിന്നാണ് വരുന്നതൊക്കെ. ഇങ്ങനെയാണ് ഇവിടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. എത്ര കൊല്ലം പഴക്കമുണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായതല്ല, എന്നാലും സുമാർ ഒരു 300-400 ഉണ്ടായിരിക്കും. ഇതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മക്ബറുണ്ട്. അവിടെ 40 കൊല്ലം പള്ളിയിൽ ഖത്തീബായ മഹാനാണ്. അല്ല, 33 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മക്ബറ പൊളിക്കേണ്ടായി. പൊന്നാണി മഹദൂം കുടുംബത്തിൽപ്പെട്ടവരാണ് അടുത്ത ഖാദി. ആ മക്ബറ പൊളിച്ചപ്പോൾ അങ്ങനെ കിടക്കുന്ന ആള് യാതൊരു വിധത്തിലെ കേടുപാടുകൾ സംഭവിക്കാതെ പനനീരിനെ സ്മെല്ല് പോലും പുറത്തേക്ക് അടിക്കുന്നു. അങ്ങനെ അനവധി മഹാന്മാർ ഈ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്.
പള്ളിക്കവട്ടിൽ കണ്ടമാനം കബറുകളുണ്ട്, മക്കാമുണ്ട്, സയ്യിദന്മാരുണ്ട്. പറഞ്ഞാൽ തീരാത്ത മക്ബറുണ്ട് ഇവിടെ, മഹാബാ ചുറ്റുഭാഗത്തുണ്ട് ഇവിടെ. ബർക്കത്തിലൊരു മഹൽ ഇതാണ്, പള്ളിയാണതല്ലോ. അപ്പൊ സിയാറത്ത് ചെയ്യുന്നവർക്ക് നല്ല ഫലം കിട്ടും ഇവിടെ. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഈ പള്ളി ഓലസെഡായിരുന്നു, പിന്നെ വൈക്കോലായി, പിന്നെ അവിടെ നിന്നാണ് ഓടായി മാറിയത്. കാലങ്ങൾ കൊന്നെ 60 മഹലിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഇന്നും അത്ഭുതപ്പെടുന്ന ആളുകളുണ്ട്. ഇത്രയും പഴക്കവും ഉള്ള ഒരു മക്ബറ, ഒരു സ്ഥലം, ഒരു പള്ളി അടുത്തെവിടെയും കാണില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പള്ളിക്കാണ് സ്ഥാനമെന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇവിടെ സിയാറത്തിനൊക്കെ വരുന്ന ആളുകൾക്ക് നമുക്ക് റൂട്ടും ഇതൊക്കെ എങ്ങനെയാണ്? സിയാറത്തിന് വരുന്ന ആളുകൾ കുറേ ആളുകൾ വരുന്നുണ്ട്. അവർ കോഴിക്കോട് ഭാഗത്ത് നിന്ന്, താനൂര്, അതുപോലെ തന്നെ തിരൂർ ഭാഗത്ത് നിന്ന് വരുന്നവർ ട്രെയിൻ മാർഗം വന്ന് ഷർണൂരിലോ അല്ലെങ്കിൽ മുള്ളൂർക്കരയിലോ ഇറങ്ങിക്കൊണ്ട് വരവൂർക്ക് പോകുന്ന ബസ്സിൽ കയറി അവർ കാനരശ്ശേരിയിലേറണം. മുള്ളൂർക്കര സെൻറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 3ാമത്തെ കിലോമീറ്ററാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥലം. 3 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം ചോദിച്ചാൽ പറയും. അതേ സമയത്ത് പട്ടാമ്പി ആറങ്കോട്ടുകര ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്ക് വരവൂർ വഴി വന്നാൽ കാനരശ്ശേരി ഇറങ്ങാം. വടക്കാഞ്ചേരി തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്കും മുള്ളൂർക്കര വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരാൻ സൗകര്യമുണ്ട്. ഇങ്ങനെ 4 ഭാഗത്തിൽ കൂടി വന്നാലും ഈ സ്ഥലത്ത് എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. എന്തായാലും ബർക്കത്തുണ്ട്. നമ്മൾ ചെറിയൊരു ഇവരെല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് മലിക്കുൽ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിന് വേണ്ടി സേവനം ചെയ്യുവാൻ ആരോഗ്യത്തേടോ ദീർഘായുസ്സ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റളിയല്ലാഹു തആല അലാ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. وإلى حضرات صلاتنا صحاب البدريين والوحديين والبقية الصحابة والقرابة كلهم أجمعين. اللهم انفعنا بهم بعلومهم وأسرارهم وأنوارهم في الدين والدنيا والآخرة. اللهم